ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് പുതിയൊരു ഡ്രാമയാണ്. നമുക്ക് എല്ലാവർക്കും ജഡ്ജസിനെ അറിയാം. അതേപോലെ തന്നെ നമ്മളുടെ നായികയും ഇവിടെ ജഡ്ജാണ്. എന്നാ അവള് കൂട്ടത്തിലൊരു ഡീമൻ കൂടിയാ. അപ്പൊ പിന്നെ കഥയുടെ ട്വിസ്റ്റ് പറയണ്ടല്ലോ. ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള പെങ്കൊച്ചിനെയാണെങ്കിൽ കുറെ ആൾക്കാർ കുത്തിക്കൊന്നിട്ട് അവള് നേരെ ചെല്ലുന്നത് ഹെല്ലിലായിട്ടാണ്. അവിടെ ചെല്ലുന്നതും അവക്ക് റോങ് ആയിട്ട് പണിഷ്മെന്റ് കിട്ടും. അവള് തെറ്റുകാരിയൊന്നും അല്ലാഞ്ഞിട്ട് കൂടി അവക്ക് പണിഷ്മെന്റ് കൊടുത്തതിന്റെ പേര് അവിടുത്തെ ജഡ്ജിനാണെങ്കിൽ ഭൂമിയിൽ വന്നിട്ട് ഒരു പണിഷ്മെന്റ് കിട്ടും. ഫാന്റസിയും സസ്പെൻസും ത്രില്ലറും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത ഒരു സീരീസാണ് കേട്ടോ ഇത്. ഇതിന്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അതിനു മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കാണ്ട് സീരീസിലോട്ട് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാങ് ബിറ്റ്ന എന്ന് പറയുന്ന ഒരു പെണ്ണാണെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതാ കാണുന്നത്. അവൾ അവിടെ എല്ലാവരുടെ പറയും അവളൊരു ഡീമനാണ് എന്ന്. ഈ ഡോക്ടേഴ്സ് അവളുടെ അടുത്ത് മൾട്ടിപ്പിൾ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ഒരാൾ ചോദിക്കും ആരാണ് ഈ കാങ് ബിറ്റ്ന എന്ന്. അപ്പോഴും നമുക്കാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കും. ഇവിടെ എന്ന് വെച്ചാൽ ഈ ബിറ്റ്ന എന്ന് പറയുന്നത് ഒരു ജഡ്ജായിട്ടുള്ള പെൺകുട്ടിയാണ് കേട്ടോ. അവളെ കുറച്ച് ആൾക്കാർ വന്നിട്ട് കുത്തിക്കൊല്ലും. അങ്ങനെ നമ്മളുടെ ഈ കാങ് ബിറ്റ്ന എന്ന് പറയുന്ന പെണ്ണിന്റെ ആത്മാവില് അവളുടെ ശരീരത്തിന് പുറത്തു വരും. അവൾ അതിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ആ സമയത്ത് അവിടെ ഭയങ്കര മാജിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങും. പെട്ടെന്നൊരു ഡോർ ഓപ്പൺ ആവും. അങ്ങനെ ഈ ബിറ്റ്നയാണെങ്കിൽ ആ ഡോറ് കയറി അകത്തോട്ട് വരുന്നതാണ്. അതൊരു വിയേർഡായിട്ടുള്ള ഡോറായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഹെല്ലിലോട്ടുള്ള പാസേജ് ആയിരുന്നു. അതേസമയം തന്നെ നമുക്ക് വേറൊരു സീൻ കാണിക്കും. ഹെല്ലിലുള്ളതാണ്. അവിടെയാണെങ്കിൽ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു. അവളുടെ പേരെന്ന് വെച്ചാൽ ജസ്റ്റിസ് എന്ന. അവരാണെങ്കിൽ വരുന്ന ഈ തെറ്റുകൾ ചെയ്ത എല്ലാ ആത്മാക്കൾക്കും പണിഷ്മെന്റ് കൊടുക്കും. അവരങ്ങനെ പണിഷ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ ഈ കാങ് ബിറ്റ്നയിലെ അവൾ അറിയാണ്ട് കയറി വരും. ഇവളെ കാണുന്നതും ജസ്റ്റിസ് പറയും ഇവക്കും പണിഷ്മെന്റ് കൊടുക്കണം, നീ എന്താണ് ചെയ്തത് എന്ന്. ഇവിടെ നമ്മളുടെ ബിറ്റ്ന പറയും ഞാൻ പാവമാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെയാണ് ഇവിടെ റോങ് ആയിട്ട് ആൾക്കാർ വന്ന് കുത്തിയത് എന്ന്. എന്നാൽ ഇവിടെ നമ്മുടെ ജസ്റ്റിസ് പറയുന്ന കേൾക്കത്തില്ല. എന്താന്ന് വെച്ചാൽ ആ പ്ലേസിലോട്ട് വരുന്നവരെ തെറ്റ് ചെയ്തവരായിരിക്കും. അങ്ങനെ നമ്മുടെ ജസ്റ്റിസ് അവരുടെ ആ ഒരു അസിസ്റ്റന്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ ഈ ബിറ്റ്നേനെ അങ്ങ് കുത്തിക്കൊല്ലും. എന്നിട്ട് അവളുടെ തലയിലായിട്ട് സീലും വെച്ചു കൊടുക്കും. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് ഡിസപ്പിയർ ആയി പോവും. ആ സമയത്ത് അവിടെയായിട്ട് ബിയേൽ എന്ന് പറയുന്ന ഒരു ചെലന്തിനെ പോലത്തെ ഒരാളിങ്ങനെ കയറി വരും. അയാളെ കാണുമ്പോഴേ നമുക്ക് നല്ല പേടിയാവും. അയാൾ വന്നിട്ട് നമ്മുടെ ഈ ജസ്റ്റിസ് എടുത്ത് പറയും നീ ആ പെങ്കുശിനെ അനാവശ്യമായിട്ടാണ് ഹെല്ലിലോട്ട് പറഞ്ഞു വിട്ടത്, അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്ന്. ഇവിടെ നമ്മളുടെ ജസ്റ്റിസയ്ക്ക് അറിയത്തില്ലല്ലോ അവൾ ഏത് തരക്കാരിയാ എന്ന്. അവളാണെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. ഉടനെ തന്നെ ഈ ബിയേല് പറയും നിനക്ക് ഞാൻ പണിഷ്മെന്റ് തരുവാണ്, നീയും ഭൂമിയിലോട്ട് പോയിട്ട് തെറ്റ് ചെയ്ത 10 പേരെ കൊല്ലണം, എന്നാൽ മാത്രമേ നിനക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റൂ എന്ന്. ഇവിടെ ജസ്റ്റിസയുടെ കൂട്ടത്തിലായിട്ട് അവരുടെ സബോർഡിംഗ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ഇല്ലേ അവനെയും പറഞ്ഞു വിടും. അതിനുശേഷം കാണിക്കുന്ന പ്രസന്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ ബിറ്റ്നയാണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. എന്നാൽ ഇവിടെ ഡോക്ടേഴ്സ് ആണെങ്കിൽ പകരമായിട്ട് അവർക്ക് ഒരു പ്രിസ്ക്രിപ്ഷനായി എഴുതി കൊടുക്കുന്നത് നീ മെന്റലി ഇല്ലാണ്, നിനക്ക് PTSD ആണ് എന്നും പറഞ്ഞിട്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളെ കാങ് ബിറ്റ്ന അവളുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിലായിട്ട് വരുന്നതാണ്. അവളൊരു വലിയ ജഡ്ജല്ലേ. അവിടെയായിട്ട് ഒരു കേസ് വാദിക്കാനുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ നായകന്റെ എൻട്രി. അവന്റെ പേരെന്ന് വെച്ചാൽ ദാവോൺ എന്നാണ്. അവനാണ് ഇവിടുത്തെ പ്രതിയായിട്ട് ഇരിക്കുന്നത്. അവനൊരു പോലീസ് ഓഫീസറാണ് കേട്ടോ. അവന്റെ പേരിലുള്ള കുറ്റം എന്താന്ന് വെച്ചാൽ അവനൊരു പ്രതിനെ ഓടിക്കാനെടുത്ത് അവനെ അനാവശ്യമായിട്ട് ആക്രമിച്ചു എന്നും പറഞ്ഞ് ആ പ്രതി തന്നെ കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഭയങ്കര കാര്യമായിട്ട് കേസും കാര്യങ്ങളൊക്കെ നടക്കും. നമ്മളുടെ ജഡ്ജാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും നിനക്ക് എന്താ വാദിക്കാൻ വേണ്ടിയിട്ട് വക്കീലിൻ്റെ ഒന്നും ആവശ്യമില്ലേ എന്ന്. എന്നാൽ നമ്മുടെ ദാവോൺ പറയും എനിക്ക് നല്ലതുപോലെ വിശ്വാസമുണ്ട്, ഈ കോർട്ട് ഒരിക്കലും എന്നെ ചതിക്കത്തില്ല എന്ന്, എനിക്ക് വാദിക്കാൻ ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവൻ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങും. എന്നാൽ നമ്മുടെ ഈ പ്രതിയുടെ വക്കീലുണ്ടല്ലോ അയാളോടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. എന്നാൽ നമ്മളുടെ ബിറ്റ്ന അയാളുടെ അടുത്ത് ചോദിക്കും അല്ല പ്രതിക്കിപ്പോൾ എന്ത് പരിക്കാ പറ്റിയത്. അപ്പോൾ നമ്മുടെ ഈ വക്കീല് പറയും അവൻ്റെ കൈക്ക് പരിക്ക് പറ്റി, അവന് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന ബിറ്റ്നയാണെങ്കിൽ പറയും അങ്ങനെയാണെങ്കിൽ അവൻ ഫുഡ് കഴിക്കാതിരുന്നങ്ങ് ചത്തുപോവേണ്ടതല്ലേ എന്ന്. ഇതൊക്കെ കേൾക്കുന്നതും ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ നമ്മളുടെ ബിറ്റ്നയാണെങ്കിൽ അവിടെ നമ്മുടെ പോലീസ് ഓഫീസറായിട്ടുള്ള ദാവോണില്ലേ അവനെ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കുന്നത്. അവനങ്ങനെ പണിഷ്മെന്റ് ഒന്നും കൊടുക്കത്തില്ല, അവനെ വെറുതെ അങ്ങ് വിടും. ഇത് കാണുന്നതും അവന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ബിറ്റ്നയാണെങ്കിൽ ഭയങ്കര റഷായിട്ടൊരു സ്ഥലത്തോട്ട് പോകാൻ നേരത്ത് അവിടെയായിട്ട് കുറച്ച് കുട്ടികൾ എന്ന് ഇവളെ പിടിച്ചെടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇത് കാണുന്നത് നമ്മുടെ ബിറ്റ്ന അവരുടെ അടുത്ത് പറയും ഞാൻ ഒരു ഡീമനാണ് എന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന ആ കുട്ടികളെല്ലാം ഭയങ്കരമായിട്ടും ചിരിക്കാൻ തുടങ്ങും. അവസാനം അവളാണെങ്കിൽ ആ കുട്ടികളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് കൊടുക്കും. അവർ ചോദിക്കും ഈ സ്റ്റാച്യു എന്താണ് കണ്ണ് കെട്ടി നിൽക്കുന്നേ എന്ന്.
എന്നാൽ ഉടനെ തന്നെ നമ്മളുടെ ബിറ്റ്ന പറയും അതെന്താന്ന് വെച്ചാലേ അവർക്ക് ഇഷ്ടമുള്ളവരെ പണിഷ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല എന്നും പറഞ്ഞ് അവളവിടെ കിടന്ന് അലറി വിളിക്കും. ഇതെല്ലാം നമ്മുടെ ദാവൺ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബിറ്റ്നയാണെങ്കിൽ അവിടെ നിന്നും പോയി കാറ് കയറാനായിട്ട് വരുന്നത് ദാവൺ വന്ന് അവളുടെ അടുത്ത് സംസാരിക്കാനിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളുടെ ബിറ്റ്ന പറയും ഞാൻ നിൻ്റെ അടുത്ത് ഒരു സിമ്പതിയും കാണിച്ചിട്ടില്ല. എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നിയത് ഞാനത് തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ. അതിന് നീ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് താങ്ക് യു പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്ന്. എന്നാൽ നമ്മളുടെ ദാവൺ പറയും എത്രയൊക്കെ ആയിരുന്നാലും നിങ്ങൾ നല്ലൊരു ജഡ്ജ് തന്നെയായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ബിറ്റ്നയാണെങ്കിൽ അവൻ്റെ കയ്യിലായിട്ട് അവരുടെ കോട്ടും കാര്യങ്ങളൊക്കെ ഊരി കൊടുത്തിട്ട് പറയും ഇതെൻ്റെ ഓഫീസിൽ വെച്ചേക്കണേ, എനിക്ക് കുറച്ച് അർജൻറ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ കാറിൽ കയറി അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ബിറ്റ്ന നേരെ വരുന്നത് തന്നെ ഒരു ചർച്ചിലായിട്ടാണ്. അവിടുത്തെ ആ കുരിശ് കാണുന്നതും അവളുടെ കണ്ണ് ഭയങ്കരമായിട്ട് ബ്ലർ ആവാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തങ്ങ് വെക്കും. എന്നിട്ട് അവിടെ വന്നൊരു പെങ്കൊച്ചിനെ മീറ്റ് ചെയ്യും. അവളുടെ അടുത്ത് പറയും ഞാനാണ് നിന്റെ കേസ് വാദിക്കാൻ പോകുന്നത്, നീ എന്തുകൊണ്ടാണ് അവനോട് ക്ഷമിച്ചു എന്നുള്ള ലെറ്റർ എഴുതി വെച്ചത് എന്ന്. എന്നാൽ ഇവിടെ ഈ പെങ്കൊച്ചാണെങ്കിൽ അതൊന്നും പറയാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയും എനിക്കിപ്പോൾ പരാതിയൊന്നും ഇല്ല എന്ന്. എന്നാൽ നമ്മുടെ വീട്ടിനെ അവളുടെ പുറകെ നടക്കും. ഇവക്ക് ഭയങ്കര ശല്യമായിട്ട് തോന്നിയിട്ട് അവസാനം ഈ പെങ്കൊച്ചാണെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യും. അങ്ങനെ പോലീസ് അവിടെ വരും. നമ്മുടെ ബിറ്റ്നെ പിടിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നതും അവൾ പറയും ഞാനൊരു ജഡ്ജാണ് എന്ന്. എന്നാൽ അവളുടെ കയ്യിലായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ID കാർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിറ്റ്നയ്ക്ക് ഡോക്ടേഴ്സ് എഴുതി കൊടുത്ത ആ പ്രിസ്ക്രിപ്ഷൻ ലെറ്റർ ഇല്ലേ അത് മാത്രമാണ്. അതിനകത്ത് അവൾ മെന്റലി ഇല്ലാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പോലീസുകാരൊന്നും നോക്കത്തില്ല, അവളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലായിട്ട് കൊണ്ടു ചെല്ലും. അവിടെ ചെല്ലുന്നതും അവിടെ നമ്മളുടെ ദാവൺ നിൽക്കുമായിരുന്നു. അവൻ അവിടെ നിൽക്കുന്നവരത്തൊക്കെ പറയും ഇത് എൻ്റെ കേസ് വാദിച്ച ജഡ്ജാണ് എന്ന്. അവസാനം നമ്മളുടെ ബിറ്റ്നയാണെങ്കിൽ റിലീസാവും. അവിടെ നമ്മളുടെ ദാവവും ചോദിക്കും അല്ല നിങ്ങൾ എന്തിനാണ് ആ പെങ്കൊച്ചിൻ്റെ പുറകെ നടന്നത് എന്ന്. അപ്പോൾ നമ്മളുടെ ബിറ്റ്ന പറയും അത് ആ കുട്ടിയാണെങ്കിൽ അവനെ ക്ഷമിച്ചു എന്നും പറഞ്ഞിട്ട് ലെറ്റർ എഴുതി തന്നില്ലേ അതിനെപ്പറ്റി ചോദിക്കാനാണ്. നിങ്ങളല്ലേ ആ കുട്ടിയുടെ ഇൻചാർജ്, നിങ്ങളും ക്യൂരിയസ് അല്ലേ അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ആലോചിച്ചിട്ട്. യഥാർത്ഥത്തിൽ ദാവണോ അതിനെപ്പറ്റി കൺസേൺ ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ബിറ്റ്നയാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതും ദാവൺ വന്നിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുന്നതാണ്. അവളുടെ അടുത്ത് പറയും ഞാൻ കേട്ടായിരുന്നു നിങ്ങളെന്ന് കുട്ടികളുടെ അടുത്ത് പറഞ്ഞത് ഈ ലോകത്ത് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എന്ന്. അതേപോലെ തന്നെ ഞാൻ കേട്ടു നിങ്ങളൊരു ഡീമനാണ് എന്ന്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാനാണെങ്കിൽ ദൈവത്തിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ലോകം ഇങ്ങനെ ആവത്തില്ലായിരുന്നു. ഇത് കേൾക്കുന്നത് നമ്മളുടെ ബിറ്റ്ന പറയാൻ തുടങ്ങും ദൈവം ഉണ്ടോ ഇല്ലയോ എന്തൊക്കെയായിരുന്നാലും മനുഷ്യന്മാരുള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ ആയി തീർന്നത്, എനിക്കത് മാത്രമേ പറയാനുള്ളൂ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോകും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ട്രയലാണ്. അവിടെയാണെങ്കിൽ ഈ ബോയ് ഫ്രണ്ട് ചെറുക്കൻ വന്നിട്ട് ഭയങ്കരമായിട്ട് സോറിയൊക്കെ പറയും. അവൻ പറയുന്നതെന്ന് വെച്ചാൽ അവൾ എൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും നടക്കത്തില്ല എന്ന്. എന്നാൽ ഇവിടെ പ്രൂഫ് എല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെയാണ്. അങ്ങനെ അവസാനം ഫസ്റ്റ് ഡേയിലെ ട്രയൽ കഴിയും. അവിടെയായിട്ട് ദാവോൺ ആണെങ്കിൽ നമ്മളുടെ ബിറ്റ്നെ കണ്ടിട്ട് പറയും എന്തൊക്കെയായിരുന്നാലും അവന് നല്ലൊരു പണിഷ്മെന്റ് തന്നെ കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ പെങ്കൊച്ചിന്റെ ലൈഫ് ഇനിയും കുഴപ്പത്തിലാവും, അവൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയത്തില്ല എന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ബിറ്റ്നെ അവിടെ നിന്ന് അവളുടെ ഓഫീസിലോട്ട് ചെല്ലും. അവിടെ ചെല്ലുന്നത് അവളുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും നമുക്ക് വേഗം തന്നെ കുറച്ച് ആൾക്കാരെ കണ്ടുപിടിച്ചേ പറ്റൂ, ഏറ്റവും മെയിനായിട്ട് ഒരു സീരിയൽ കില്ലറിനെ കണ്ടുപിടിച്ചാൽ നമുക്ക് വേഗം തന്നെ 10 പേരുടെ കൗണ്ട് കറക്റ്റ് ആക്കിയിട്ട് ഇവിടെ നിന്ന് വേഗം തിരിച്ച് ഹെല്ലിലോട്ട് പോവാമല്ലോ. ഈ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബിറ്റ്നയുടെ കൂടെ ഹെല്ലിൽ വർക്ക് ചെയ്തിരുന്ന അതേ അസിസ്റ്റന്റ് തന്നെയാണ്. ഇവനും ഒരു ഡീമനാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ ബിറ്റ്നയാണെങ്കിൽ ആ പെങ്കൊച്ചിന്റെ പേരൻസിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവരിപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവിടെ നമ്മളുടെ ബിറ്റ്നയും ഇവരുടെ കൂടെ കരയുന്ന പോലെ ആക്റ്റൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ബിറ്റ്ന പറയും എത്രയൊക്കെ പറഞ്ഞാലും ഇവന് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ് ഭയങ്കര ലൈറ്റ് ആയിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ആ പെങ്കൊച്ച് ക്ഷമിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതി തന്നില്ലേ, പോരാത്തതിന് തെളിവുകളും ഒന്നും അത്ര സ്ട്രോങ് അല്ല എന്നും പറഞ്ഞിട്ട് ഇവന് കുറച്ച് പെനാൽറ്റി എമൗണ്ട് മാത്രമാണ് ഇവള് പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇത് കാണുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. മെയിനായിട്ട് നമ്മളുടെ ദാവൺ അവനാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ബിറ്റ്നെ എടുത്ത് വയ്ക്കും നിങ്ങളല്ലേ പറഞ്ഞത് അവന് നല്ല പണിഷ്മെന്റ് കിട്ടുമെന്ന്, ഇവിടെ നിങ്ങൾ എന്താ ചെയ്തേ. ഉടനെ തന്നെ അവള് പറയും ഞാനൊരിക്കലും ഒരു സൈക്കോളജിസ്റ്റ് അല്ല, അവൾക്ക് മെന്റലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവള് ഹോസ്പിറ്റലിലാണ് കാണിക്കേണ്ടത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവന് നല്ലൊരു പണിഷ്മെന്റ് കിട്ടും എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ബിറ്റ്നെ അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഈ ദാവോണും അതേപോലെ തന്നെ ആ പെങ്കൊച്ചിന്റെ പേരൻസും ഒക്കെ അവളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നേ. അവള് നല്ല പേടിയിലായിരുന്നു. നമ്മുടെ ദാവോൺ ആണെങ്കിൽ അവളെ കാണാൻ വേണ്ടിയിട്ട് ഡെയിലി അവളുടെ വീട്ടിൽ വരും അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മളുടെ ദാവോണിന്റെ അമ്മയാണെങ്കിൽ അവനെ നല്ലതുപോലെ വഴക്ക് പറയും നിന്റെ ഡ്യൂട്ടി അവിടെ കഴിഞ്ഞതാണ്, ഇനി നീ അവളുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല എന്ന്. ഇവന്റെ അമ്മയെന്ന് പറയുന്നതും അവിടുത്തെ പോലീസ് ഓഫീസർ തന്നെയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഈ ബിറ്റ്നയാണെങ്കിൽ ഒരു മിററിൽ ഇരുന്നിട്ട് ആ ബോയ് ഫ്രണ്ടിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന. അവൾക്ക് ഇങ്ങനൊരു പവർ ഉണ്ട്, അതായത് പേരെഴുതി കഴിഞ്ഞാൽ അവൾക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ
കാണാൻ പറ്റും. അങ്ങനെ ആ ബോയ് ഫ്രണ്ട് ചെറുക്കനാണെങ്കിൽ ഇന്നാണ് ആ പെങ്കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലായിട്ട് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് പോലീസ് ഓഫീസറാണെന്നും പറഞ്ഞ് അവൻ കള്ളം പറഞ്ഞ് എങ്ങനെയെങ്കിലും അവളുടെ വീട്ടിലായിട്ട് കയറി പറ്റും. അവളെ നല്ലതുപോലെ ഉപദ്രവിക്കുകയും ചെയ്യും. കൂട്ടത്തിൽ തന്നെ അവൻ അവളെ നല്ലതുപോലെ ബ്ലാക്ക്മെയിൽ ചെയ്യും. അതായത് നീ ഇതിനെപ്പറ്റി എന്തെങ്കിലും പോലീസിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാർ ജീവനോടെ കാണത്തില്ല എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോവും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ആ പെങ്കൊച്ച് ഭയങ്കര ടെൻഷനായിട്ട് അവൾ മരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ വിജ്ഞാനെയാണ്. അവളാണെങ്കിൽ ഒരു സ്ട്രീറ്റിലായിട്ട് ഇവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇവൻ ഇവളെ കാണുന്നത് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോ. അവൻ ചോദിക്കും നിങ്ങൾ ഇവിടെ എന്തെടുക്കുക എന്ന്. എന്നാൽ നമ്മുടെ ബിറ്റ്നെയാണെങ്കിൽ വേഗം തന്നെ അവനെ അവളുടെ അടുത്തോട്ട് ഇൻവൈറ്റ് ചെയ്യും. അടുത്തോട്ട് വിളിച്ചിട്ട് അവളുടെ കൈയുടെ പുറകിലായിട്ട് അവളുടെ ആ കത്തിയില്ലേ അതും വെച്ചിട്ടുണ്ടായിരുന്നു. അവളിവിടെ പ്ലാൻ ചെയ്യുന്നത് തന്നെ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ദാവോൺ വരും. അവൻ വന്നിട്ടാണെങ്കിൽ ഇവനെ കയറിയങ്ങ് പിടിക്കും. എന്നിട്ട് ചോദിക്കും നീ എന്താണ് ആ പെങ്കൊച്ചിനെ ചെയ്തത് എന്ന്. ഇവിടെ അവൻ ഒന്നും അറിയാത്തത് പോലെ ആക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് പോലീസുകാരൊക്കെ വരും. എന്നിട്ട് ഇവനെ അങ്ങ് അറസ്റ്റ് ചെയ്യും. നമ്മുടെ ദാവോൺ ആണെങ്കിൽ ബിറ്റ്നെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തോട്ട് വരും. എന്നിട്ട് ചോദിക്കും നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു എന്ന്. ഉടനെ തന്നെ ബിറ്റ്നെ പറയും എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന്. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടം വരെ വന്നത് എന്ന്. ദാവോൺ നേരെ നമ്മളെ ബിറ്റ്നെ കൊണ്ട് വരുന്നതേ ആ പെങ്കൊച്ചിന്റെ വീട്ടിലായിട്ടായിരുന്നു. അവൻ വന്നിട്ട് പറയും അവൾക്കാണെങ്കിൽ നല്ല കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അവന് പണിഷ്മെന്റ് കൊടുക്കാൻ പറഞ്ഞത് എന്ന്. എന്നാൽ നമ്മളുടെ ബിറ്റ്നെ പറയുന്നത് പണിഷ്മെന്റ് കൊടുത്താലും 2 വർഷം കഴിഞ്ഞും അവൻ ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. എന്നാൽ ഇവനാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് ഡ്രാമയൊക്കെ കാണിക്കാൻ തുടങ്ങും. ഞാനിവിടെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ബിറ്റ്നെ എടുത്ത് അവളുടെ അസിസ്റ്റന്റ് പറയും എന്തായിരുന്നാലും നമുക്ക് അവനെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ എന്ന്. എന്നാൽ ബിറ്റ്നെ പറയുന്നതെന്ന് വെച്ചാൽ അവൾ മെന്റലി വീക്കാണ്. അതിൻ്റെ അർത്ഥം അവൾ മരിച്ചു എന്ന് തന്നെയാണ്. നമുക്ക് ഉറപ്പായിട്ടും അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. പിന്നീട് കാണിക്കും നമ്മുടെ ദാവോൺ അറിയുന്നത്. അതായത് ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് റിജക്റ്റ് ആയി എന്ന്. ഇതിനെപ്പറ്റി ആലോചിച്ച് അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ നമ്മുടെ ഈ പരിക്കുപറ്റിയ പെങ്കൊച്ചിലെ അവളുടെ ഫാമിലിനെ കാണാൻ വരും. എന്നിട്ട് അവരെടുത്ത് നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറയും. അവൻ അവിടെ നിന്ന് പോകുന്ന സെക്കൻഡിൽ തന്നെ നമ്മുടെ ഈ ബോയ് ഫ്രണ്ടില്ലേ അവനും ആ വീട്ടിലായിട്ട് വരും. അവിടെ വന്നിട്ട് അവൻ ക്യാമറയൊക്കെ നല്ലതുപോലെ ഹൈഡ് ചെയ്ത് വെക്കും. പെട്ടെന്ന് തന്നെ ഒരു കോള് വരും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ ഈ പരിക്ക് പറ്റിയ പെങ്കൊച്ചും അവളുടെ ഫാമിലി മെമ്പേഴ്സോട് ഇരിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ ദാവോൺ വരും. അവൻ വന്ന് ഇവരുടെ അടുത്ത് സംസാരിക്കുന്നതും പെട്ടെന്ന് തന്നെ ഒരു കോള് വരുന്നുണ്ട്. അതിൽ പറയുന്നത് ഈ ബോയ് ഫ്രണ്ട് മരിച്ചുപോയി എന്ന. പിന്നീട് നമുക്ക് കാണിക്കുന്ന 12 മണിക്കൂർ മുന്നേ ഉള്ളൊരു ഫ്ലാഷ് ബാക്ക് ആണ്. അവിടെ നമ്മളുടെ ബോയ് ഫ്രണ്ടിന് ഫസ്റ്റ് കോൾ വരുന്നത് തന്നെ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് നിന്നായിരുന്നു. അവൻ അങ്ങനെ അവളെ കാണാൻ വേണ്ടിയിട്ട് വരും. വന്ന് നോക്കുമ്പോഴേ മനസ്സിലാവുന്നത് അവിടെ നിൽക്കുന്ന നമ്മുടെ ബിറ്റ്നെ ആയിരുന്നു. അതായത് ഗേൾ ഫ്രണ്ടിന്റെ സൗണ്ടിൽ വിളിച്ചത് അവളുടെ അസിസ്റ്റന്റ് തന്നെയാണ്. ഇവരാണെങ്കിൽ ചോദിക്കും നിങ്ങൾ ഇവിടെ എന്തെടുക്കുക എന്ന്. ഇവിടെ നമ്മുടെ ബിറ്റ്നെ വന്നിരിക്കുന്നതിനെ ഇവനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. അവള് പറയും നീ ആണെങ്കിൽ ആ പെങ്കൊച്ചിനെ കൊന്നതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്ന്. എന്നാൽ അവൻ പറയും അതിന് അവൾ ഇതുവരെ മരിച്ചിട്ടില്ലല്ലോ, അവൾ എന്നോട് ക്ഷമിച്ചല്ലോ എന്ന്. ബിറ്റ്നെ അവിടെ എല്ലാം ക്ലിയർ ആക്കി പറഞ്ഞു കൊടുക്കും. കൂട്ടത്തിൽ തന്നെ അവനെ ആണെങ്കിൽ അവളുടെ ലോകത്തിലോട്ട് കൊണ്ടുപോകും. അതായത് അവൻ ഇത്രയും കാലം അവന്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് എന്തൊക്കെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം അവളാണെങ്കിൽ ആ ബോയ് ഫ്രണ്ടിന് തിരിച്ച് എണ്ണി കൊടുക്കും. അവസാനം അവനാണെങ്കിൽ ക്ഷമ കേട്ട് അവന്റെ ജീവൻ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. എന്നാൽ അതിനൊന്നും നമ്മുടെ ബിറ്റ്നെ സമ്മതിക്കത്തില്ല. അവള് പറയും നിനക്കിപ്പോൾ മനസ്സിലായോ നീ എങ്ങനെയാണ് അവളെ ദ്രോഹിച്ചത് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് അതിനുള്ള ശിക്ഷ തരാൻ പോവുക. ഞാനൊരു ഡീമനാണ്. എന്നെ ഇവനാണെങ്കിൽ ഇവള് പറയുന്നൊന്നും മൈൻഡ് ആക്കാതെ അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഉടനെ തന്നെ നമ്മളുടെ ബിറ്റ്നെ പറയും നിനക്ക് എന്താ ഇത്രയ്ക്കും ധൈര്യം ഉണ്ടോന്നും പറഞ്ഞിട്ട് അവൾ അവനെ എടുത്തിട്ട് അടിച്ച് ശരിയാക്കി അവസാനം അവന്റെ കാലൊക്കെ തല്ലി ഒടിക്കും. ഇവിടെ നമ്മളുടെ ഈ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവളുടെ അടുത്ത് ക്ഷമ ചോദിക്കും. അപ്പോൾ അവള് പറയും എനിക്ക് മനസ്സിലാവാത്തുള്ളൊരു കാര്യമാണ്, നിങ്ങൾ തെറ്റെല്ലാം വേറൊരാളുടെ അടുത്ത് ചെയ്തിട്ട് ജഡ്ജിനോട് ക്ഷമ ചോദിച്ചിട്ട് എന്തിനാ, നിങ്ങൾക്ക് എന്ത് കിട്ടാനാ എന്നും പറഞ്ഞിട്ട് അവസാനം അവള് അവനെ അങ്ങ് കൊന്നു കളയും. എന്നിട്ട് അവന്റെ നെറ്റിയിലായിട്ടൊരു സീലും വെക്കും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ആണെങ്കിൽ പോലീസെല്ലാം അത് കണ്ടുപിടിച്ചിട്ട് ആ ബോഡിയൊക്കെ വന്ന് നോക്കുന്നതാണ്. അവന്റെ ബോഡി ഭയങ്കര മോശം അവസ്ഥയിലായിരുന്നു. എന്നാൽ ആ വീടിനാണെങ്കിൽ ഒന്നും തന്നെ പറ്റിയിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ബിറ്റ്നെയില്ലേ അവളുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു പ്രത്യേക ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരാണെങ്കിൽ എല്ലാം നേരെയാക്കിയിട്ടാണ് പോയേക്കുന്നത്. ബിറ്റ്നയുടെ ഒരു ട്രേസസ് പോലും ആ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിറ്റ്നെ ആണെങ്കിൽ അവളുടെ കൊളീഗ്സിൻ്റെ കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു പൊളിറ്റീഷ്യൻ്റെ വീഡിയോ ടി വിയിലായിട്ട് പ്ലേ ആവുന്നതാണ്. എന്നാൽ ഇവക്കാണെങ്കിൽ അയാളെ ഓർമ്മയോ ഉണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരും പറയും നീ അയാളെ മറക്കാനേ പാടില്ല, അയാൾക്ക് നിൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാ എന്ന്. നമ്മുടെ ബിറ്റ്നയ്ക്ക് ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിറ്റ്നെ നേരെ വരുന്നത് തന്നെ ആ ഗേൾ ഫ്രണ്ട് പെങ്കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ പള്ളിയിലിരുന്ന് കുമ്പസരിക്കുമായിരുന്നു. അപ്പോൾ അവൾ പറയും നിനക്കാണെങ്കിൽ ഗിൽറ്റി ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇത് സ്വാഭാവികമാണ്, നീ ഇപ്പോൾ സന്തോഷം ഫീൽ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ
എന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ദാവോണാണെങ്കിൽ അവൻ്റെ വണ്ടിയിൽ പോകാൻ നേരത്ത് നമ്മുടെ ബിറ്റ്ന അവൻ്റെ മുമ്പിലായിട്ട് വന്ന് ചാടുന്നതാണ്. അവളുടെ കയ്യിലായിട്ട് കുറച്ച് ഫുഡും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ദാവോൺ വന്നിട്ട് ചോദിക്കും നിനക്ക് എന്ത് വേണോ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ബിറ്റ്ന പറയാനായിട്ട് തുടങ്ങും എനിക്ക് നിൻ്റെ കൂടെ ഡ്രിങ്ക് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ നമ്മളുടെ ദാവോണാണെങ്കിൽ ബിറ്റ്നയുടെ കോളൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ അവൻ്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് അവൻ്റെ അഡ്രസ്സ് എന്നെ കണ്ടുപിടിച്ച് വന്നേക്കുന്നത്. ദാവോൻ ചോദിക്കും നീ എന്തിനാണ് ഇവിടെ കള്ളം പറഞ്ഞത് എന്ന്. അപ്പോൾ അവൾ പറയും എങ്കിൽ പിന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ഡേറ്റ് ചെയ്യാം, അപ്പോൾ പിന്നെ ഇത് കള്ളാവത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞാൽ അവൾ അവൻ്റെ കൂടെ കാറിലങ്ങ് കയറും. രണ്ടുപേരോട് വന്നിട്ട് നല്ലപോലെ ഡ്രിങ്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവൾ ചോദിക്കും നീ എന്നെപ്പറ്റി എന്താ ചിന്തിക്കുന്നേ എന്ന്. ദാവോൺ പറയും ആദ്യമേ ഞാൻ നീ നല്ലൊരു ജഡ്ജാണെന്നാണ് വിചാരിച്ചത്, എന്നാൽ രണ്ടാമത് നീ ഒട്ടും കൊള്ളത്തില്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ നമ്മുടെ ബിറ്റ്നി ഇവൻ്റെ കൂടെ കൂടിയിരിക്കുന്ന തന്നെ ഇതുവരെ തെളിയിക്കാത്ത വല്ല കേസും ഉണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കോ, അവൾക്ക് ആ പ്രതിനെ കണ്ടുപിടിച്ച് കൊല്ലണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇവിടെ നമ്മുടെ ദാവോൺ പറയും അതൊക്കെ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആണ്, ഞാൻ നിന്റെ അടുത്ത് ഒരിക്കലും അതൊന്നും പറയത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ ദാവോൺ അവിടെയായിട്ടൊരു സീക്രട്ട് പറയും. എന്തുവാന്ന് വെച്ചാൽ അവർ രണ്ടുപേരെ കൊന്നിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ബിറ്റ്നെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. അവൾ അതിനെപ്പറ്റി ചോദിക്കും. അപ്പോൾ അവൻ പറയും അതെൻ്റെ ചെറുതിലേ ആയിരുന്നു എന്ന്. അവൾ ചോദിക്കും അവരുടെ സ്വന്തക്കാരെങ്കിലും ജീവനോടുണ്ടോ എന്ന്. ഉടനെ തന്നെ അവനാണ് എന്നും പറഞ്ഞിട്ട് അവളുടെ തോളിലായിട്ട് കിടന്ന് അവനങ്ങ് മയങ്ങിപ്പോവും. കൂട്ടത്തിൽ തന്നെ അവൻ്റെ കണ്ണിൽ നിന്ന് നല്ലതുപോലെ കണ്ണീരും വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. ദാവൺ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവനൊന്നും മനസ്സിലാവത്തില്ല. അവൻ പുറത്തോട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മുടെ ബിറ്റ്ന നിൽക്കുമായിരുന്നു. അവൾ വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും നീ ഇന്നലെ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന്. അപ്പോൾ നമ്മളുടെ ദാവൺ അവരുടെ അടുത്ത് പറയുന്നത് തന്നെ നീ അതൊന്നും ആരുടെടുത്തും പറയരുത് എന്ന്. അതായത് നമ്മളുടെ ബിറ്റ്നയ്ക്ക് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് അവൻ പറഞ്ഞതൊക്കെ സത്യവാ എന്ന്. പെട്ടെന്ന് തന്നെ അവൾ പറയും നീ എനിക്ക് നിന്റെ കൈ ഒന്ന് തരുമോ എന്ന് പറഞ്ഞ കയ്യിൽ പിടിച്ചിട്ട് അവളുടെ കയ്യിലുള്ള ആ കത്തിയില്ലേ അതെടുത്ത് നമ്മളുടെ ഈ ദാവോണിനെ അങ്ങ് കുത്തും. എന്നിട്ട് പറയും നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നിട്ടുണ്ട്, നീ ഇനിയിപ്പോൾ ഹെല്ലിലേക്ക് പോവേണ്ട സമയമായി എന്ന്. അവിടെ നമ്മളുടെ ദാവണൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ബോധം കിട്ടങ്ങ് വീഴും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.